ഓഫ് മെറ്റൽസിൽ നിന്ന്, അതായത് ലോഹ ശുദ്ധീകരണത്തിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് മെറ്റൽസ് തന്നിട്ട് ആ മെറ്റൽസ് ഏത് റിഫൈനിങ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചോദിക്കാറ്. എക്സാമിന് പലപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണിത് കേട്ടോ. നമുക്ക് 3 മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ ഇതാണ് ലിക്വേഷൻ, ഉരുക്കി വേർതിരിക്കലാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ലെഡും ടിന്നുമാണ് കേട്ടോ. PB ലെഡ് ആണ്, S എന്ന് പറയുന്നതാണ് ടിൻ ആണ്. ഇനി അടുത്തത് ഡിസ്റ്റിലേഷൻ ആണ്, സ്വേദനമാണ്. സ്വേദനം വഴി നമുക്ക് റിഫൈൻ ചെയ്യാൻ പറ്റുന്ന മെറ്റൽസ് 3 ആളുകളുണ്ട്. ആരൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. സിങ്ക്, കാഡ്മിയം, മെർക്കുറി പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് 1 മാർക്കിനും 2 മാർക്കിനും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരെ ചോദിച്ചു കാണാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത മെത്തേഡ് ഏതാണ്? ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണ്. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണമാണ്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന മെറ്റൽസ് ഏതൊക്കെയാണ്? കോപ്പറും യൂസ് ചെയ്യാറുണ്ട്, നമുക്ക് സിങ്കും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കോപ്പറിന്റെ റിഫൈനിങ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ കോപ്പറിന്റെ റിഫൈനിങ് ചെയ്യുന്ന സമയത്ത് ആനോഡിൽ ഇംപ്യൂർ കോപ്പർ ആണോ എടുക്കുന്നത് അല്ലെങ്കിൽ പ്യൂർ കോപ്പർ ആണോ എടുക്കുന്നത് എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.